ഡിയർ സ്റ്റുഡൻസ്, ബിസിനസ് റെഗുലേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നാം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 എന്ന ആക്ടിനകത്തുള്ള കൺസിഡറേഷൻ എന്ന ഭാഗവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില ടോപ്പിക്കുകളാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 3rd സെമസ്റ്റർ ബിസിനസ് റെഗുലേഷൻസിനകത്ത് സാധാരണയായിട്ട് 4 മാർക്ക് ക്വസ്റ്റ്യൻസിൽ കാണുന്ന ചില ഭാഗങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം എന്താണ് കൺസിഡറേഷൻ. നമ്മൾ മുൻപ് കൺസിഡറേഷൻ്റെ എസെൻഷ്യൽ എലമെൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് വീണ്ടും അത് കാണാൻ ഉപകരിക്കുന്നതാണ്. അപ്പോൾ എന്താണ് കൺസിഡറേഷൻ? കൺസിഡറേഷൻ ഈസ് വൺ ഓഫ് ദി എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് വാലിഡ് കോൺട്രാക്ട്. According to Section 25 of the Indian Contract Act, an agreement made without consideration is void. Every agreement must be supported by consideration to become a contract. In true sense, consideration means something in return to the promiser. നമുക്കറിയാം സെക്ഷൻ 10, സെക്ഷൻ 25 ഈ 2 സെക്ഷൻസിനെയും അടിസ്ഥാനമാക്കിയിട്ട് ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ കൺസിഡറേഷൻ മസ്റ്റ് ഫാക്ടറാണ് എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. കൺസിഡറേഷൻ ഇല്ലെങ്കിൽ അവിടെ കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യമല്ല എന്നതാണ് വസ്തുത. കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കി സംതിങ് ഇൻ റിട്ടേൺ, അഥവാ ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്, ഒരു എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു കൺസിഡറേഷൻ തിരിച്ച് പ്രോമിസറിലേക്ക് വരുന്നതാണ് ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും കൺസിഡറേഷൻ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൻ്റെ മീനിങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺസിഡറേഷൻ എന്നതിനെ സെക്ഷൻ 2 പ്രകാരം ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിനകത്ത് ഡിഫൈൻ ചെയ്തതായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് കൊണ്ടും പ്രതിപാദിക്കുകയുണ്ടായി. വെൻ അറ്റ് ദി ഡിസയർ ഓഫ് ദി പ്രോമിസർ ദി പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ ഹാസ് ഡൺ ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് ഓർ പ്രോമിസസ് ടു ഡു ഓർ ടു അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് സംതിങ് സച്ച് ആക്ട്, abstinence or promise is called a consideration for the promise. ഓക്കെ, അപ്പോൾ കൺസിഡറേഷൻ്റെ ഭാഗം നമ്മൾ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. ഇനി ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 ടോപ്പിക്കുകളാണ്. ഒന്ന്, എ സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ ഓർ privity of consideration. Second one, a stranger to contract or privity of contract. Third one, exception to the rule that stranger to a contract cannot sue. And fourth one, exception to the rule no consideration, no contract. വളരെ പ്രധാനപ്പെട്ട ഈ 4 ടോപ്പിക്കുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നാം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ടോപ്പിക്കിലേക്ക് വരാം. സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ ഓർ പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ. ദി ടേം പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ മീൻസ് സ്ട്രേഞ്ചർ ടു ദി കൺസിഡറേഷൻ ഓർ കൺസിഡറേഷൻ ഗിവൺ ബൈ എനി അതർ പേഴ്സൺ അതർ ദാൻ ദി പ്രോമിസി. A promise is enforceable so long as there is some consideration for it and it is immaterial
whether it is furnished by the promisee or other person, even a stranger. A privity of consideration അല്ലെങ്കിൽ സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് നാം മനസ്സിലാക്കേണ്ടത്, കൺസിഡറേഷൻ്റെ കാര്യത്തിൽ ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാൾക്ക് പോലും, സ്ട്രേഞ്ചർ മീൻസ് ഒരു കോൺട്രാക്റ്റിംഗ് പാർട്ടി അല്ലാത്ത ഒരാൾക്ക് പോലും ഇവിടെ സ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതിനുള്ള കാരണം നമ്മൾ എസെൻഷ്യൽസ് ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നതിൻ്റെ 2 പോയിന്റുകൾ മനസ്സിലാക്കി. കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദി ഡിസയർ ഓഫ് ദി പ്രോമിസർ ആൻഡ് കൺസിഡറേഷൻ മേ മൂവ് ഫ്രം പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് കൺസിഡറേഷൻ മൂവ് ചെയ്യേണ്ടത് പ്രോമിസറുടെ ഡിസയർ അനുസരിച്ച് കൊണ്ടാണ്, നമുക്ക് സംശയമില്ല. രണ്ടാമത്തെ പറയുന്നത് കൺസിഡറേഷൻ മൂവ് ചെയ്യുന്നത് ഒരു പക്ഷേ പ്രോമിസിൽ നിന്നായിരിക്കാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകളിൽ നിന്നായിരിക്കാം. അപ്പോൾ കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്തത് പ്രോമിസറും പ്രോമിസിയും തമ്മിലാണ്. എനിവേ കൺസിഡറേഷൻ മൂവ് ചെയ്യുന്നത് അതർ ദാൻ ദി പ്രോമിസി കൺസിഡറേഷൻ മൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പറയുന്ന ഒരു പോയിൻ്റാണ് പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈവൻ ഒരു തേർഡ് പാർട്ടി ആണെങ്കിൽ പോലും കൺസിഡറേഷൻ്റെ കാര്യത്തിനകത്ത് ഒരു സ്ട്രേഞ്ചർക്ക് കോർട്ട് ഓഫ് ലോയിൽ സ്യൂ ചെയ്യാനുള്ള റൈറ്റ് ലഭിക്കുന്നതാണ്. അഥവാ കൺസിഡറേഷൻ മൂവ് ചെയ്യുന്നത് ഒരു തേർഡ് പാർട്ടിയിൽ നിന്നാണെങ്കിൽ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയിലേക്കാണെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ കേസ് കൊടുക്കാനുള്ള, സ്യൂ ചെയ്യാനുള്ള റൈറ്റ് തേർഡ് പേഴ്സണ് ലഭിക്കുന്നു എന്നുള്ളതാണ് സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ ഓർ പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ സാരം. നെക്സ്റ്റ് വൺ, സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട് ഓർ പ്രിവിറ്റി ഓഫ് contract. The term privity of contract means stranger to a contract. As per the doctrines of privity of contract, a person who is not a party to the contract cannot sue for carrying out the promise made by the parties to the contract. Stranger to contract അല്ലെങ്കിൽ പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ആശയം, ഇവിടെ ഒരു കോൺട്രാക്റ്റിംഗ് പാർട്ടി അല്ലാത്ത ഒരു പേഴ്സൺ, അയാളാണ് സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റ് എന്നുള്ളതിനകത്ത് വരുന്നത്. അത്തരത്തിലുള്ള ഒരു പാർട്ടി ദേ നൈദർ മേക്സ് നോർ ആക്സെപ്റ്റ് എനി ഓഫർ. അവരൊരു ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഒരു ഓഫർ മേക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവരാരല്ല, കോൺട്രാക്റ്റിംഗ് പാർട്ടിയുമല്ല. കോൺട്രാക്റ്റിംഗ് പാർട്ടി അല്ലാത്ത ഒരാൾക്ക് അഥവാ ഒരു ഓഫർ മേക്ക് ചെയ്യുകയോ ഒരു ആക്സെപ്റ്റൻസ് നടക്കുകയോ അല്ലെങ്കിൽ ഓഫർ റിസീവ് ചെയ്യുകയോ ചെയ്യാത്ത ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരവിടെ യാതൊരു രീതിയിലുള്ള എഗ്രിമെൻറ്റും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. സോ ദർ ഇസ് നോ കോൺട്രാക്റ്റ് ആൾസോ. അവിടെ എന്തില്ല, ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം പാർട്ടികൾക്ക് യാതൊരു രീതിയിലുള്ള റൈറ്റും കോൺട്രാക്റ്റിൻ്റെ വിഷയത്തിൽ സ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടായിരിക്കുകയില്ല. അഥവാ ഒരു കോൺട്രാക്റ്റിനകത്ത് സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് വരുന്ന ഒരാൾക്ക് യാതൊരു രീതിയിലുള്ള റൈറ്റും ക്രിയേറ്റ് ചെയ്യാൻ സാധ്യമല്ല. അതേപോലെ തന്നെ യാതൊരു രീതിയിലുള്ള ലയബിലിറ്റിയും അതുമായിട്ട് അറ്റാച്ച് ചെയ്യാനും സാധ്യമല്ല. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് പറയുന്നത് ദി കോൺട്രാക്ട് കൺഫേഴ്സ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഓൺ കോൺട്രാക്റ്റിംഗ് പാർട്ടീസ് ഓൺലി. ഇവിടെ പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി വരുന്ന എല്ലാ രീതിയിലുള്ള റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസും ആർക്ക് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ, കോൺട്രാക്റ്റിംഗ് പാർട്ടിക്ക് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ദെർഫോർ സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്ട് കാനോട്ട് സ്യൂ ഓൺ ദി കോൺട്രാക്ട്. ഇവിടെ ഒരു സ്ട്രേഞ്ചർക്ക് കോൺട്രാക്റ്റിൻ്റെ വിഷയത്തിൽ സ്യൂ ചെയ്യാനുള്ള യാതൊരു വിധത്തിലുള്ള റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസും ഉണ്ടായിരിക്കുകയില്ല. ഓക്കെ, ഈ പറയുന്ന ആശയം
പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്നുള്ളത് ഇന്ത്യൻ ലോയിലും ഇംഗ്ലീഷ് ലോയിലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. ഓക്കെ, എന്നാൽ ഈ പറയുന്ന ആശയത്തിന് വിഭിന്നമായിട്ട് ചില രീതിയിലുള്ള എക്സെപ്ഷണൽ കേസുകളുണ്ട്. അതാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. എക്സെപ്ഷൻ ടു ദി റൂൾ സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്ട് കനോട്ട് സ്യൂ. ഒരു സ്ട്രേഞ്ചർക്ക്, ഒരു കോൺട്രാക്റ്റിനകത്തുള്ള ഒരു സ്ട്രേഞ്ചർക്ക് സ്യൂ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിനുള്ള ചില എക്സെപ്ഷണൽ കേസുകൾ, അഥവാ സ്യൂ ചെയ്യാൻ പറ്റുന്ന ചില സാഹചര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എക്സെപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തത്, വെൻ എ ട്രസ്റ്റ് ഈസ് ക്രിയേറ്റഡ്. വെൻ എ ട്രസ്റ്റ് ഈസ് ക്രിയേറ്റഡ്. വെൻ അണ്ടർ എ കോൺട്രാക്ട് one of the party constitute himself a trustee for a third party, the said third party may sue to enforce the trust in his favor irrespective of fact that he is a stranger to contract. The said third party is known as beneficiary. അപ്പോൾ നമ്മൾ പറയുന്നത് ട്രസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റാണ്. ട്രസ്റ്റ് നമുക്കൊക്കെ അറിയാവുന്നതാണ് അല്ലെ. വ്യത്യസ്തമായിട്ടുള്ള എഡ്യൂക്കേഷണൽ ട്രസ്റ്റ്, ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള പല സംഭവങ്ങളും നമുക്ക് കേട്ടിട്ടുണ്ടാവും അല്ലേ. ഇവിടെ ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേ, എന്തിനു വേണ്ടിയിട്ടാണ് ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഒരു ട്രസ്റ്റിയെ നമ്മൾ എന്ത് ചെയ്യാണ്? അപ്പോയിൻറ്റ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ എ തേർഡ് പാർട്ടി. ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട്, അവരുടേതായിട്ടുള്ള ബെനിഫിറ്റിന് വേണ്ടിയിട്ട്, അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരു ട്രസ്റ്റിന് അവരൊരു തേർഡ് പാർട്ടി ആണെങ്കിൽ പോലും സ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും. കാരണം എന്താണ്? അവർ ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ നോക്കി നടക്കുന്ന ആളുകളാണ്. ബെനിഫിഷ്യറിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യേണ്ട വിഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ഒബ്ലിഗേഷൻസ്, റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് കൃത്യമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് കൃത്യമായിട്ടുള്ള രീതിയിൽ ലഭിക്കുന്നില്ല എങ്കിൽ ഇത്തരം സിറ്റുവേഷൻസിനകത്ത് ഒരു തേർഡ് പാർട്ടി ആണെങ്കിൽ പോലും അവർക്ക് സ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും. സെക്കൻഡ് വൺ, കോൺട്രാക്ട് ത്രൂ ആൻ ഏജന്റ്. കോൺട്രാക്ട് വിച്ച് ആർ entered into through an agent can be enforced by his principal. ഇനി നമ്മളൊരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ത്രൂ ഏജൻ്റ് ആണെങ്കിൽ അല്ലേ, ഒരു ഏജൻറ്റ് പ്രിൻസിപ്പൾക്ക് വേണ്ടിയിട്ട് ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഏജൻറ്റും അതുപോലെ തന്നെ കോൺട്രാക്റ്റിംഗ് പാർട്ടിയായിട്ട് വരുന്ന അതർ പാർട്ടിയും ഉണ്ടാവും അല്ലേ. ഈ പറയുന്ന രണ്ട് പാർട്ടീസ് തമ്മിലുള്ള കോൺട്രാക്റ്റിനകത്ത് യഥാർത്ഥത്തിൽ ആരുടെ പ്രോപ്പർട്ടി ആയിരിക്കാം? പ്രിൻസിപ്പളുടെ പ്രോപ്പർട്ടി ആയിരിക്കാം. അല്ലെങ്കിൽ പ്രിൻസിപ്പൾ ഏൽപ്പിക്കപ്പെട്ടതായിട്ടുള്ള കാര്യത്തിൻ്റെ മുകളിലായിരിക്കാം ഏജൻറ്റ് കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അവിടെ പ്രിൻസിപ്പൾ ഒരു കോൺട്രാക്റ്റിംഗ് പാർട്ടി ആയിട്ട് വരുന്നില്ലെങ്കിൽ പോലും അവിടെ എൻഫോഴ്സ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? പ്രിൻസിപ്പൾക്ക് ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് ഒരു ഏജൻസിക്കകത്ത് എൻഫോഴ്സ് ചെയ്യാനുള്ള എല്ലാവിധ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസും പ്രിൻസിപ്പാൾക്ക് മാത്രമാണ്. അപ്പോൾ ഒരു കോൺട്രാക്റ്റിംഗ് പാർട്ടി അല്ലെങ്കിൽ പോലും പ്രിൻസിപ്പാൾക്ക് അവിടെ എന്ത് ചെയ്യാം? എൻഫോഴ്സ് ചെയ്യാനുള്ള റൈറ്റ് ലഭിക്കുന്നതാണ്. Okay, and third one, where a charge is created on a specific immovable property in favor of a person. Where a promise is made to an individual for the benefits of a third party and a charge is created on a specific immovable property for the performance of that promise, then the third party, though he is a stranger to the contract, can enforce the same. ഇവിടെ പറയുന്നത് നമ്മൾ പലപ്പോഴും കാണുന്ന നമ്മളുടെ ദിനേനയുള്ള പ്രവർത്തനങ്ങളിൽ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യമാണെന്ത്? പണയപ്പെടുത്തുക എന്നുള്ളത് അല്ലേ. ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നിടത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള പണം കൈമാറുന്നിടത്തോ മറ്റൊക്കെ എന്ത് ചെയ്യാം? നമ്മൾ ഇത്തരത്തിലുള്ള മോർഗേജ് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട് അല്ലേ. ഇവിടെ കോൺട്രാക്റ്റിംഗ് പാർട്ടിയായിട്ട് വരുന്നത് ഒരു പക്ഷെ നമ്മളുടെ അടുത്തുള്ള ഒരു പ്രോപ്പർട്ടി നമ്മൾ എന്ത് ചെയ്യാണ്?
മറ്റൊരു പാർട്ടിക്ക് വിൽക്കാനായിട്ടോ മറ്റൊക്കെ എഗ്രിമെൻ്റ് അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. പക്ഷേ അതേ പ്രോപ്പർട്ടി നമ്മൾ പണയപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുക, അല്ലേ? അഥവാ ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതായിട്ടുള്ള ലോണിൻ്റെ മുകളിൽ നമ്മൾ പണയമായിട്ട് വെച്ചിട്ടുള്ള വസ്തുവാണ് എന്ത് ചെയ്യുന്നത്, വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ വിൽക്കാനുള്ള കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതർ പാർട്ടി ആയിട്ടുള്ള തേർഡ് പാർട്ടി ആയിട്ടുള്ള ബാങ്കിന് അവർക്ക് ലഭിക്കാനുള്ള ക്യാഷിന് പകരമായിട്ട് നമ്മൾ പണയപ്പെടുത്തിയിട്ടുള്ള വസ്തു ഏതാണ്? ഇതേ പ്രോപ്പർട്ടിയാണ്. ആ ബാങ്കിന് അവർ ഇതിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കോൺട്രാക്റ്റിനകത്തുള്ള ഒരു കോൺട്രാക്റ്റിംഗ് പാർട്ടി അല്ലെങ്കിൽ പോലും അവർക്ക് സ്യൂ ചെയ്യാനുള്ള റൈറ്റ് അവിടെ ഉണ്ടായിരിക്കും. അഥവാ അവർക്കുള്ള ആ ഒരു അരിയേഴ്സ് തിരിച്ചു പിടിക്കാൻ അവർക്കുള്ള ഏക മാർഗം എന്താണ്? ഈ ഒരു ലാൻഡാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കേസാണെന്ന് പറഞ്ഞത് ചാർജസ് ക്രിയേറ്റഡ് ഓൺ എ സ്പെസിഫിക് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഇൻ ഫേവർ ഓഫ് എ പേഴ്സൺ എന്നുള്ളതിനകത്ത് വരുന്നത്. ഓക്കെ, നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് പ്രൊവൈഡ് ചെയ്യപ്പെട്ടതായിട്ടുള്ള കേസുകളിൽ ആർക്കാണോ അത് സെക്യൂരിറ്റി ആയിട്ട് നൽകിയിട്ടുള്ളത് അവർ കോൺട്രാക്റ്റിംഗ് പാർട്ടിയായിട്ട് ഇതിനകത്ത് വരുന്നില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ ഇൻവോൾവ്ഡ് അല്ലെങ്കിൽ പോലും അവർക്ക് കേസ് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് ഫോർത്ത് വൺ, in the case of family arrangement for maintenance or marriage expenses. When a family arrangement between male members of a Hindu family makes a provision for the maintenance or for expenses of marriage of female members, the latter, even though they are not parties to the family arrangements, are entitled to sue since they possess an actual beneficial right. അപ്പോൾ ഈ ഒരു കേസിനകത്ത് പറയുന്നത് നമ്മളുടെ മുൻപുണ്ടായിരുന്ന കൂട്ടുകുടുംബ വ്യവസ്ഥ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഈ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിക്കകത്ത് അതിനകത്തുള്ള മെയിൽ മെമ്പേഴ്സ് ചേർന്നുകൊണ്ട് എന്ത് ചെയ്യാണ്, അവരൊരു എഗ്രിമെൻ്റ് അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാണ്, അല്ലേ? അവരുടെ സിസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ മാരേജ് എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യാം, മീറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അവരെന്ത് ചെയ്യുന്നു, ഒരു അറേഞ്ച്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇത്തരത്തിലുള്ള അറേഞ്ച്മെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് അത്തരത്തിലുള്ള മാരേജ് അല്ലെങ്കിൽ അവരുടെ മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ടായിട്ടുള്ള എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നിടത്ത് എന്തെങ്കിലും രീതിയിലുള്ള അമാന്തം കാണിക്കുകയാണെങ്കിൽ ഇവിടെ അറേഞ്ച്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നിടത്ത് അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നിടത്ത് ഒരു കോൺട്രാക്റ്റിംഗ് പാർട്ടിയായിട്ട് ഈ സിസ്റ്റേഴ്സ് വരുന്നില്ലെങ്കിൽ പോലും അവർക്ക് എന്തുണ്ട്, ബെനിഫിഷ്യൽ റൈറ്റ് ഉണ്ട്, അല്ലേ? അവർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള അവകാശങ്ങൾ ലഭിക്കാൻ, അവർക്ക് വേണ്ടതായിട്ടുള്ള മെയിൻ്റനൻസ് അല്ലെങ്കിൽ മാരേജ് എക്സ്പെൻസ് അത്തരം കാര്യങ്ങൾ മീറ്റ് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇവരൊരു കോൺട്രാക്റ്റിംഗ് പാർട്ടി അല്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള സിസ്റ്റേഴ്സിന് എന്ത് ചെയ്യാം, കോൺട്രാക്റ്റിനകത്ത് ഇൻവോൾവ്ഡ് ആവാം. ദാറ്റ് മീൻസ് സ്യൂ ചെയ്യാനുള്ള റൈറ്റ് അവർക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, വേർ ദി പ്രോമിസർ ഹാസ് ബൈ ഹിസ് കണ്ടക്ട് ക്രിയേറ്റ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട്. ഫോർ എക്സാമ്പിൾ, under an agreement between tenant and the subtenant, suppose the subtenant is paying the rent directly to the landlord, then the landlord is allowed to recover unpaid rent from the subtenant. അവിടെ ഒരു എക്സാമ്പിളിലൂടെ കാര്യങ്ങൾ പറയാം. ടെനൻറ്റ്, സബ് ടെനൻറ്റ്, അല്ലേ? ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഭൂമി പാട്ടത്തിന് നൽകുന്ന വ്യവസ്ഥിതിയുണ്ട്, അല്ലേ? ഇവിടെ ഭൂമി നൽകുന്ന ആൾ ലാൻഡ് ലോഡും അത് പാട്ടത്തിന് എടുക്കുന്ന ആൾ, റെൻറ്റിന് എടുക്കുന്ന ആൾ ടെനൻറ്റുമാണ്. ഇനി ഈ ടെനൻറ്റ് അയാളെന്ത് ചെയ്യാണ്, അത് മറ്റൊരാൾക്ക് അത് പാട്ടത്തിന് കൊടുക്കുകയാണ്, അല്ലേ? അയാളെ പറഞ്ഞ പേരാണെന്ത്, സബ് ടെനൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സബ് ടെനൻറ്റ് യഥാർത്ഥത്തിൽ റെൻറ്റ് കൊടുക്കേണ്ടത് ആർക്കാണ്, ടെനൻറ്റിനാണ്. ടെനൻ്റാണ് ലാൻഡ് ലോഡിന് റെൻറ്റ് കൊടുക്കേണ്ടത്. ഇവിടെ ലാൻഡ് ലോഡ് സബ് ടെനൻറ്റിൽ നിന്നും ഡയറക്റ്റായിട്ട് എമൗണ്ട് കളക്ട് ചെയ്യാനായിട്ട് തുടങ്ങിയെന്ന് വിചാരിക്കാം, അല്ലേ? ഇങ്ങനെ വരുമ്പോൾ അവിടെ എന്ത് ചെയ്യാണ്, ആ ലാൻഡ് ലോഡ് ഡയറക്റ്റ്ലി അയാളുടെ ആ ഒരു കണ്ടക്റ്റിലൂടെ പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, സ്വാഭാവികമായിട്ടും
ടെനൻറ്റും സബ് ടെനൻറ്റും തമ്മിലുള്ള എഗ്രിമെൻ്റ് ആണെങ്കിൽ പോലും ഇവിടെ അൺപെയ്ഡ് റെൻറ്റ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലാൻഡ് ലോഡിന് ഡയറക്റ്റായിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്ട് കാനോട്ട് സ്യൂ എന്നുള്ളതിനുള്ള എക്സെപ്ഷണൽ കേസുകളായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. എക്സെപ്ഷൻ ടു ദി റൂൾ നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ട്. ഇൻ ജനറൽ റൂൾ is that any agreement not supported by consideration is void. Section 25. ഒരു കോൺട്രാക്റ്റ്, ആ കോൺട്രാക്റ്റിന് യാതൊരു രീതിയിലുള്ള കൺസിഡറേഷനും ഇല്ല, അല്ലെങ്കിൽ കൺസിഡറേഷൻ്റെ സപ്പോർട്ട് ലഭിക്കുന്നില്ലെങ്കിൽ ദർ ഇസ് നോ കോൺട്രാക്ട്. അല്ലേ? അവിടെ നമുക്ക് എന്തില്ല, കൺസിഡറേഷൻ ഇല്ലെങ്കിൽ അവിടെ നമുക്ക് കോൺട്രാക്റ്റ് ഉണ്ടെന്ന് പറയാൻ സാധ്യമല്ല. എന്നാൽ ചില രീതിയിലുള്ള സാഹചര്യങ്ങളിൽ കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടാം. സെക്ഷൻ 25 ഓഫ് ദി കോൺട്രാക്ട് ആക്ട് ഗിവ് 3 exception to this rule. In such cases the agreement is regarded as valid even though it is not supported by consideration. ആ സെക്ഷൻ 25-നകത്ത് തന്നെ 3-4 കേസുകൾ പറയാണ്. ഓക്കെ, എക്സെപ്ഷൻസ് ആയിട്ട് വരുന്ന ചില സാഹചര്യങ്ങൾ പറയാണ്. ഇവിടെ കൺസിഡറേഷൻ്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും അത് വാലിഡ് കോൺട്രാക്റ്റ് ആയിട്ട്, എഗ്രിമെൻ്റ് ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, എന്തൊക്കെയാണ് നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ് എന്നുള്ളതിൻ്റെ എക്സെപ്ഷണൽ കേസുകളെന്ന് നോക്കാം. ഒന്നാമത്തത്, എഗ്രിമെൻറ്റ് ബേസ്ഡ് അപ്പോൺ നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. നമുക്കറിയാം, natural love and affection, where an agreement is expressed in writing and registered and is made on account of natural love and affection between the parties standing in a near relation to each other, it is valid and enforceable even though it is not supported by consideration. Some essentials of these agreements are: the agreement should be in writing, it should be registered, and it should be made on account of natural love and affection, and the parties should stand in near relation to each other. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എഗ്രിമെൻറ്റ് ബേസ്ഡ് അപ്പോൺ ലവ് ആൻഡ് അഫെക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റിനകത്ത് താഴെ പറയുന്ന 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അഥവാ ഒന്നാമത്തത്, എഗ്രിമെൻറ്റ് ഷുഡ് ബി ഇൻ റൈറ്റിംഗ്, എഴുതപ്പെട്ടതായിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഇൻ രജിസ്റ്റേർഡ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി മെയ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ, നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ്റെ ബേസിലായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതായിരിക്കണം. ഓക്കെ, നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ എന്ന് പറയുമ്പോൾ കാമുകനൊന്നും എന്തല്ല, നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷനകത്ത് വരുന്നതല്ല. എന്നാൽ ഭാര്യയും ഭർത്താവും നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ, സണ്ണ് ഫാദർ, അല്ലെങ്കിൽ ഫാദർ ഡോട്ടർ, ദാറ്റ് മീൻസ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിനകത്ത് വിത്തൗട്ട് എനി സപ്പോർട്ട് ഓഫ് ദി കൺസിഡറേഷൻ, അല്ലെങ്കിൽ കൺസിഡറേഷൻ്റെ സപ്പോർട്ട് ലഭിക്കുന്നില്ലെങ്കിൽ പോലും കോൺട്രാക്റ്റ് വാലിഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അത് മാത്രമല്ല, ദി പാർട്ടീസ് ഷുഡ് സ്റ്റാൻഡ് ഇൻ എ നിയർ റിലേഷൻ ടു ഈച്ച് അതർ. കോൺട്രാക്റ്റിംഗ് പാർട്ടീസ് എങ്ങനെ ആയിരിക്കണം? നിയർ റിലേഷനിൽ കൂടി ആയിരിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു മ്യൂച്വൽ ലവ് ആൻഡ് അഫെക്ഷൻ്റെ ഭാഗമായിക്കൊണ്ട് ഇത്തരത്തിലുള്ള ആ ഒരു കോൺട്രാക്റ്റിംഗ് പാർട്ടീസ്, അവ നിയർ റിലേഷനകത്തുള്ള കോൺട്രാക്റ്റിംഗ് പാർട്ടീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ടുള്ള കാര്യങ്ങൾ അല്ലേ, അവിടെ കൺസിഡറേഷൻ്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും അവിടെ കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഈ 4 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ബേസ്ഡ് അപ്പോൺ ലവ് ആൻഡ് അഫെക്ഷൻ അത് വാലിഡ് ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആയിട്ട് പരിഗണിക്കാവുന്നതാണ്. ഓക്കെ, രണ്ടാമത്തത്, അഗ്രിമെൻറ്റ് ടു പേ കോമ്പൻസേഷൻ ഫോർ പാസ്റ്റ് വോളണ്ടറി സർവീസസ്. If a person has already voluntarily done something for the promisor
and the promisor agrees to compensate wholly or in part, the agreement is valid even though it is without consideration. ഇവിടെ ഒരു പേഴ്സൺ ഗ്രാറ്റുവിറ്റസ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് വളണ്ടറിലി ഒരു സർവീസ് എന്ത് ചെയ്യുന്നു, പ്രോമിസർക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, പ്രൊവൈഡ് ചെയ്തതിന് ശേഷം പ്രോമിസർ അഗ്രി ചെയ്യുകയാണെന്ത്, അതിനെന്തെങ്കിലും രീതിയിലുള്ള കൺസിഡറേഷൻ നൽകാം എന്നുള്ളത്. അതൊരു പക്ഷേ പാർട്ടായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഫുള്ളായിട്ടായിരിക്കാം. അപ്പോൾ ഇവിടെ അയാൾ നൽകുന്ന ആ ഒരു കൺസിഡറേഷന് പകരമായിക്കൊണ്ട് വല്ലതുണ്ടോ? ഇല്ല. മുന്നേ ചെയ്തിട്ടുള്ള ആ ഒരു പാസ്റ്റ് വോളണ്ടറി സർവീസിന് പകരമായിക്കൊണ്ട് ഇവിടെ പ്രോമിസർ കോമ്പൻസേഷൻ നൽകാനുള്ള ആ ഒരു എഗ്രിമെൻ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, അവിടെ എഗ്രിമെൻ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് തിരിച്ച് കൺസിഡറേഷൻ ഒന്നും ലഭിക്കുന്നില്ല, മുന്നേ ചെയ്ത പാസ്റ്റ് വോളണ്ടറി സർവീസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അത്തരം സാഹചര്യത്തിനകത്ത് വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിൽ പോലും അത് വാലിഡ് ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പരിഗണിക്കാവുന്നതാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ: ദി ആക്ട് ഓഫ് ഡൂയിങ് സംതിങ് ഫോർ ദി പ്രോമിസർ മസ്റ്റ് ഹാവ് ബീൻ ഡൺ വളണ്ടറിലി, ആൻഡ് സെക്കൻഡ് വൺ, ദി സർവീസ് മസ്റ്റ് ഹാവ് ബീൻ റെൻഡേഡ് ഫോർ ദി പ്രോമിസർ, ആൻഡ് ദി ലാസ്റ്റ് വൺ, ദി ഇൻറ്റൻഷൻ ഓഫ് ദി പ്രോമിസർ മസ്റ്റ് ഹാവ് ബീൻ ടു കോമ്പൻസേറ്റ് ദി പ്രോമിസി. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ പാസ്റ്റ് വോളണ്ടറി സർവീസിനുള്ള കോമ്പൻസേഷൻ പേയ്മെൻറ്റ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതെന്താണ്, അത് വാലിഡായിട്ട് ഒരു കോൺട്രാക്റ്റ് ആയിട്ട് പരിഗണിക്കാവുന്നതാണ്. ഓക്കെ, മൂന്നാമത്തത് എഗ്രിമെൻറ്റ് ടു പേ എ ടൈം ബയേഡ് ഡെപ്റ്റ്, വേർ എ ഡെപ്റ്റർ പ്രോമിസസ് ബൈ വേ ഓഫ് റൈറ്റിംഗ് to pay a time buyed debt, the agreement is valid even though it is not supported by consideration. The main point to be considered is that the promise to pay a time buyed debt must be an express one. It should not be implied from an acknowledgement of the debt. അവിടെ ടൈം ബയേഡ് ഡെപ്റ്റ് നമുക്കറിയാവുന്നതാണ്, ബാഡ് ഡെപ്റ്റ് നമുക്കറിയാവുന്നതാണ് അല്ലേ. ബാഡ് ഡെപ്റ്റിന് സിറ്റുവേഷൻസിനകത്ത് നമ്മൾ എന്താ ചെയ്യാറുള്ളത്, സാധാരണഗതിയിൽ ബാഡ് ഡെപ്റ്റ് ഉണ്ടായി കഴിഞ്ഞു കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് റൈറ്റ് ഓഫ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ റൈറ്റ് ഓഫ് ചെയ്തായിട്ടുള്ള ഒരു ടൈം ബയേഡ് ഡെപ്റ്റ് അത് പിൽക്കാലത്ത് തോന്നുകയാണെന്ത്, ഡെപ്റ്റർക്ക് തോന്നുകയാണ് അതെന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കണം അല്ലേ. അപ്പോൾ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞതായിട്ടുള്ള ആ ഒരു ഡെപ്റ്റ് പിന്നീട് നമുക്ക് തിരിച്ച് ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് വല്ല കൺസിഡറേഷൻ നമ്മൾ നൽകുന്നുണ്ടോ? ഇല്ല. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ടൈം ബയേഡ് ഡെപ്റ്റ് നമുക്ക് ലഭിക്കുകയാണ്, അവിടെ എന്തില്ല, കൺസിഡറേഷൻ്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും ആ എഗ്രിമെൻ്റ് വാലിഡാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഇതെന്തായിരിക്കണം, ഈ ടൈം ബയേഡ് ഡെപ്റ്റ് തിരിച്ചു നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രോമിസ് അത് എക്സ്പ്രസ് വൺ ആയിരിക്കണം. ദാറ്റ് മീൻസ് വേർഡ് സ്പോക്കൺ ഓർ റിട്ടൺ. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്തുള്ളൂ, അത് വാലിഡായിട്ട് പരിഗണിക്കുള്ളൂ. അതല്ലാതെ ഒരു ഇംപ്ലൈഡ് വൺ ആണെങ്കിൽ, ആക്ച്വൽ ബിഹേവിയറിലൂടെ ഉള്ള ക്രിയേഷൻ ആണെങ്കിൽ അത് നമുക്ക് പരിഗണിക്കാൻ സാധ്യമല്ല. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ, ഏജൻസി. നോ കൺസിഡറേഷൻ ഈസ് നീഡഡ് ടു ക്രിയേറ്റ് ആൻ ഏജൻസി. സെക്ഷൻ 185. സെക്ഷൻ 185 പറയണത് കൺസിഡറേഷൻ്റെ ആവശ്യമേ ഇല്ല, ഒരു ഏജൻസി ക്രിയേറ്റ് ചെയ്യാൻ കൺസിഡറേഷൻ്റെ ആവശ്യമില്ല. എന്താണ് ഏജൻസി? ഒരു പ്രിൻസിപ്പൾക്ക് വേണ്ടിയിട്ട് ഏജൻ്റ് എന്ന് പറയുന്ന ആൾ വർക്ക് ചെയ്യാനായിട്ട് അവർ തമ്മിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണെന്ത്, ഏജൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏജൻസി ക്രിയേറ്റ് ചെയ്യാൻ കൺസിഡറേഷൻ ആവശ്യമായിട്ട് വരുന്നില്ല. ഓക്കെ, അപ്പോൾ അവിടെ ഏജൻസിയുടെ കേസിനകത്ത് കൺസിഡറേഷൻ ഇല്ലെങ്കിലും അവിടെ എന്ത് ചെയ്യാം, വാലിഡ് ആയിട്ടുള്ള രീതിയിൽ ഒരു ഏജൻസികളെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, മേ ബി പ്രിൻസിപ്പൾ എന്തെങ്കിലും ബെനിഫിറ്റ് കൊടുക്കാതിരിക്കാം, അതിനൊന്നുമില്ല. പ്രശ്നമുള്ള ഏജൻസി ക്രിയേറ്റ് ചെയ്യാൻ കൺസിഡറേഷൻ്റെ സപ്പോർട്ട് ആവശ്യമില്ല. ആൻഡ് ഫിഫ്ത്ത് വൺ, കംപ്ലീറ്റഡ് ഗിഫ്റ്റ്. വാലിഡിറ്റി ഗിഫ്റ്റ് മെയ്ഡ് ബിറ്റ്വീൻ ദി ഡോണർ ആൻഡ് ദി ഡോണി is not affected by the rule no consideration no contract. ഇനി ഡോണറും ഡോണിയും, ഓക്കെ, ഡോണറും ഡോണിയും തമ്മിലുള്ള ആ ഒരു അറേഞ്ച്മെൻറ്റ്, ദാറ്റ് മീൻസ് വാലിഡിറ്റി ഗിഫ്റ്റ്. നമ്മളൊരു ഗിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യാണ്, എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണോ ഗിഫ്റ്റ് കൊടുക്കാറുള്ളത്? അല്ല അല്ലേ. അവിടെ ഡോണർ ഡോണിക്ക് എന്ത് ചെയ്യുന്നു, ഒരു വാലിഡിറ്റി ഗിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇതിനെ
ഒരിക്കലും നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ആ റൂൾ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധ്യമല്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഈ 5 കാര്യങ്ങളാണ്: നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ, കോമ്പൻസേഷൻ ഫോർ പാസ്റ്റ് വോളണ്ടറി സർവീസസ് ആൻഡ് ടൈം പെയ്ഡ് ഡെറ്റ്, ഏജൻസി, കംപ്ലീറ്റഡ് ഗിഫ്റ്റ്. ഇത്രയും 5 കാര്യങ്ങളാണ് എക്സെപ്ഷൻ ടു ദി റൂൾ നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ട്. കൺസിഡറേഷൻ ഇല്ലെങ്കിലും കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിന് ചില തെളിവുകളാണിത്, അല്ലേ? അപ്പോൾ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യമല്ല എന്നതാണ് വസ്തുത. എന്നാൽ ഈ പറയുന്ന സാഹചര്യങ്ങളിൽ കോൺട്രാക്റ്റ് വാലിഡായി തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കൺസിഡറേഷൻ ഇല്ലെങ്കിലും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നും വിചാരിക്കുന്നു. ഓക്കെ.